മാധവൻ കള്ളനാ. എങ്ങനെയായത്? ആ പഴയ കഥകളൊന്നും ഏട്ടൻ അറിയില്ല. കണക്കിന് നോക്കിയ പഴയ കഥകളൊന്നും അറിയാതിരിക്കണാണ് നല്ലത്. ഇന്നത്തെ ഡേ അടിപൊളിയായിരുന്നു. വേറൊന്നും ഉണ്ടല്ല, കുറെ കാണാൻ മാത്രം നിന്ന് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് അടിക്കാണ്ടിരുന്ന് രാവിലെ തന്നെ പരിപാടികളായതുകൊണ്ട് ക്ലാസ് കയറാണ്ട് നേരെ ഓഡിറ്റോറിയത്തിക്കാണ് വിട്ടത്. അവിടെ പോയപ്പോ ഞങ്ങളെ കൂട്ടാതെ അവര് ഗ്യാങ് ആയിട്ട് ഇരുന്ന് ഓരോന്ന് ഞങ്ങളുടെ ഫോണില്. അപ്പൊ പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? പിന്നെ എന്താന്ന് കാര്യമായിട്ട് ഇരുന്ന് നോക്കിയപ്പോഴല്ലേ കാണുന്നത്. കുറച്ചടിച്ചോട്. അയ്യോ, ഓരോരുത്തരുടെ പഴയ ഓരോ ടിക്ടോക്ക് വീഡിയോസും പൊക്കിക്കൊണ്ട് വന്നു. എക്സ്പ്രഷൻ ആണ് അതിൽ മെയിൻ. അതിന്റെ ഇടയിൽ കൂടെ നല്ലൊരു പരിപാടി ഉണ്ടായിരുന്നു. അതും കണ്ടുകൊണ്ടിരിക്കെ നമ്മളുടെ സ്വന്തം റൗഡി ഇറങ്ങി. സിഗ്മയാണ് പറഞ്ഞ് നടന്നാലും സിഗ്മയുടെ ആ എസ് പറയാൻ പോലും യോഗ്യത ഇല്ലാത്തവളാണ്. റിസൾട്ട് അനൗൺസ് ചെയ്തെങ്കിലും വിചാരിച്ച പോലെ അല്ല റിസൾട്ട് പോകും. അതുകൊണ്ട് തന്നെ അപ്പീലിന് പോകും. നമുക്ക് പിന്നെ എല്ലാത്തിന്റെയും മുമ്പിൽ നിൽക്കാൻ നല്ല ഇഷ്ടമാണ്. കോളേജിലെ മെയിൻ ഇറങ്ങി തിരിച്ചോണ്ട് നമ്പർ 1 ഇങ്ങനെ ടീച്ചറുടെ വാഴക്ക ബജി അറിയാണ്ട് മോഷ്ടിക്കാം. നമ്പർ 2 ക്ലാസിന്റെ അടിയിലൊക്കെ വെക്കുന്ന ഈ ബോർഡില് അതെങ്ങനെ ആയാലും അവൾക്ക് വേണ്ടതൊക്കെ അവള് കയ്യിലാക്കിയിട്ടുണ്ട്. പക്ഷെ മീശ മാധവനിൽ പറയണ പോലെ മാധവൻ കട്ടതൊന്നും ഈ ചേക്ക് വിട്ടു പോയിട്ടില്ല. ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. നമ്മുടെ സ്ട്രൈക്ക് ഒരു കാറ് കിട്ടി. ആ കാറ് കിട്ടിയതിന്റെ സന്തോഷമാണ് വെള്ളി കാണുന്നത്. ഞങ്ങൾക്കൊക്കെ മന്തി കിട്ടിയാൽ കാണും ഈ സന്തോഷം. കാറ് കിട്ടിയ പിന്നെ അതിന്റെ പിന്നാലെ തന്നെ നമ്മുടെ പ്രോ റൈഡർ ഇഷികയുടെ ഒരു ഡ്രൈവിംഗ് സ്കില്ല് കാണണേ. ഞാൻ എന്റെ വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്തു അപ്പുറത്ത് വരെ കൊണ്ടാക്കാൻ പറഞ്ഞപ്പോ ശ്രയും പിന്നെ അതൊരു 1.5 റൈഡ് തന്നെ. കുറച്ചേരം അവള് താഴെ ഇരുന്ന് കാല് താഴെ തട്ടാൻ തുടങ്ങിയപ്പോ കുട്ടി മേലെ ഇങ്ങനെയൊക്കെയോ അവിടെ കോളേജ് കഴിയാറായി. എന്തായാലും ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ. നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഇന്നത്രേ ഉള്ളൂ.